ഒരു മീനമാസപ്പുലരി. എരുമക്കുളം ഗ്രാമം ആകാംക്ഷയോടെ കാത്തിരുന്ന പുത്തൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവമാണിന്ന്. ആ ഗ്രാമത്തിലെ കലാകാരന്മാരെല്ലാവരും തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുന്ന ദിവസം അതാണിന്ന്. എന്നാൽ പിന്നെ നമുക്കും പോയാലോ ഉത്സവത്തിന്? എടോ രാജ, താനിവിടെ ഉണ്ടായിരുന്നോ? ആ മധുവോ, എടാ ഉത്സവം അടുത്ത് വരികയല്ലേ. ഞാനാണ് ഇപ്രാവശ്യത്തെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടുപ്പിക്കണ്ടേ? പിന്നെ അത് വേണം. ഇപ്രാവശ്യം എങ്ങനെയാ, തകർക്കുവോ? ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? എന്റെ എടാ മധു, എല്ലാ തവണയും ഇതൊക്കെ തന്നെ ആഗ്രഹം. പക്ഷെ ആ പോത്തുകാലം തവളയും കൂടി എല്ലാം നശിപ്പിക്കും. പോത്തും തവളയുമോ? ഓ, മധു ഇവിടെ പുതിയതാണല്ലോ, അതാ തനിക്ക് അറിയാത്തത്. എടോ, അതാ തെക്കും ഭാഗക്കാരുടെ തലയിലാണ് തങ്കച്ചി. അവരാ ഏറ്റുമാനൂരിന്റെ അടുത്തുള്ള തവളക്കുഴിയിൽ നിന്നാണ് കെട്ടിച്ചുകൊണ്ട് വന്നത്. അവരുടെ കയ്യിലിരിപ്പ് കാരണം നാട്ടുകാരിട്ട ഓമനപ്പേരാണ് തവളക്കുഴി തങ്കമ്മ. അവരുടെ നേതൃത്വത്തിൽ തെക്കും ഭാഗക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം നടത്തിയത്. അതാ വടക്കും ഭാഗക്കാര് തല്ലും പിടി ഉണ്ടാക്കി ഒരു വഴിക്കാക്കി തന്നു. അല്ല, ഇതിനിടയ്ക്ക് താനേതോ കാലന്റെ കാര്യം പറഞ്ഞല്ലോ, അതാരാ? എടാ ഒന്ന് പതുക്കെ പറ മധു, അതാ കാലനല്ല. അവനെങ്ങാണ്ട് കേട്ടോണ്ട് വരണം, തന്നെ കാലപുരിക്ക് അയക്കും. ഇവിടെ ആ വടക്കും ഭാഗക്കാരുടെ നേതാവാണ് പൂത്തുമൂട്ടിൽ സുഗുണൻ. നാട്ടുകാർ പൂത്തുകാലിൽ സുഗുണെന്നാ വിളിക്കുന്നത്. അവനും പരിവാരങ്ങളാണ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഉത്സവം നടത്തിയത്. അത് തവളയും സംഘവും കൂടി കൂവി തകർത്തു. അതിന്റെ വൈരാഗ്യ അവൻ കഴിഞ്ഞ പ്രാവശ്യം തീർത്തത്. ആഹാ, ഒന്ന് തവളക്കുഴിയിലും മറ്റത് പോത്തിന്റെ കാലയിലും. ആകെ ജഗപുകയാണല്ലോ ഇവിടുത്തെ ഉത്സവം. ഈ പ്രാവശ്യം ആരുടെ വകയാണ് അടിപിടി? ഒന്ന് പോടോ, പെര കത്തുമ്പോൾ അവന്റെ ഒരു വാഴവെട്ട്. എന്നാലും ഒന്ന് പറയടാ. പറ്റിയത് പറ്റി, ഇനി ഒന്ന് മാറ്റി പിടിക്കാൻ പോവുക. ഈ തവണ വടക്കും ഭാഗവും തെക്കും ഭാഗവും കൂടി ഒന്നിച്ച് മത്സരിച്ച് പ്രോഗ്രാം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അതാവുമ്പോ ആരും പിണക്കണ്ടല്ലോ. മാത്രമല്ല, അടി ഒഴിവാക്കാം. രണ്ട് കരക്കാരും കൂടി മത്സരിച്ച് ഒന്നിച്ചൊന്ന് മെച്ചാക്കാൻ നോക്കും ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അത് പൊളിച്ചു. അപ്പോൾ ഈ വർഷത്തെ ഉത്സവം ഒരു കാഴ്ച വിരുന്ന് തന്നെ. കോമള, എടാ നീ എവിടെ പോയി കിടക്കുവാ? സുഗുണേട്ടാ, ഞാനിവിടെ ഉണ്ട്. മാറ്റി പിടിക്ക സുഗുണേട്ടാ, കൊട ഇപ്പൊ കൊണ്ടേനെ. എടാ, രണ്ടു ഭാഗക്കാരും കൂടെ മത്സരിച്ചാണ് ഈ പ്രാവശ്യം പരിപാടി നടത്തുന്നത്. സുഗുണേട്ടാ, അത് നമ്മൾ പൊളിക്കും. ഞാൻ ഏറ്റുന്നേ. ആ തവളക്കുഴി തങ്കമ്മയും കൂട്ടരെയും കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാന്ന്. അല്ല, ഈ സുഗുണേട്ടൻ ആരാന്ന്. നോക്കിയേ ആരാ വരുന്നതെന്ന്. വരുന്നുണ്ടടാ കോമള, നമ്മുടെ തവളക്കുഴി തങ്കമ്മയും ടിൻറ്റുമോനും. ചേച്ചി, ഈ സുഗുണം പറയുന്നത് കേട്ടോ? അവനെ ഞാൻ... നീ എങ്ങോട്ടാ ടിൻറ്റുമോനെ ഈ പോണേ? ആ പോത്തിനോട് ആരെങ്കിലും വേദമോതുവോ? നീ ഇങ്ങോട്ട് വാടാ. ടിൻറ്റുമോനെ, കുഞ്ഞുവാവേ, നിനക്ക് പേടിയാണോ വടക്കും ഭാഗംകാരെ? എടാ ഊവേ, കോമളോ, ഇനി ഉത്സവത്തിന് ഉമാനിങ്ങനെ മേടിച്ചോടുവോ? താനൊന്ന് പോടോ പോത്തുകാല. പേടിയോ? അതും ഈ തങ്കമ്മയ്ക്ക്. കാണിച്ചു തരാം ഞങ്ങൾ ആരാണെന്ന്. ഓ പിന്നെ, ഞങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളുടെ വടക്കും ഭാഗക്കാരുടെ അഭിമാനമായ കൊച്ചു പിള്ളേർ സ്റ്റേജ് നിറഞ്ഞാടുന്നത്. വിളിയടാ നമ്മുടെ ചുണക്കുട്ടികളെ. തെക്കും ഭാഗം പിള്ളേരോട് ഡാൻസിനോട് മത്സരിക്കാൻ നിങ്ങളൊന്നും പോരാ. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ ടിൻറ്റുമോനെ. എന്നാ പിന്നെ വിളിക്കടാ നമ്മുടെ സിംഗക്കുട്ടികളെ. ഹരിമുരളീരവം. ഹൈ ഹൈ. ആഹാ, ഒന്നും നോക്കണ്ട ചേട്ടാ, ബാക്കി കൂടെ തട്ടിക്കോ. മധുപൊടിരാതെ നിന്നെ തേടി. എന്റെ പോത്തേ, ഒന്ന് നിർത്തണം നിന്റെ കാളരാഗം. ഓ പിന്നെ, നിങ്ങൾ ആര്? ലതാ മങ്കേഷ്കറോ? നിങ്ങൾ പാടുന്നത് തവള കരയും പോലല്ലേ? ചുമ്മാതല്ല നിങ്ങളെ തവളത്തങ്കമെന്ന് വിളിക്കുന്നത്. പോടോ പോത്തുകാല. ആഹാ, ആദ്യം ഒരു സാരി, ഇച്ചിരി കഴിഞ്ഞ് വേറൊരു സാരി. തള്ള നിങ്ങൾ വാഷം പോലെ എടുത്തു വേണം. താൻ
സാറിന്റെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എന്നാ കേട്ടോ, ഞങ്ങളുടെ കോമളന്റെയും ടീമിന്റെയും പാട്ടാണ് വരുന്നത്. അടിപൊളിയായിരിക്കും. യേശുദാസ് വരെ പാടി നിൽക്കും. ഒന്ന് പേടിപ്പിക്കാത്തുള്ളൂ. തെക്കും പാക്കാരുടെ പുലിക്കുട്ടികളെയാണ് ഞങ്ങൾ ഇറക്കി പാടിപ്പിക്കുന്നത്. കുയിൽനാദമാണ്. കുയിൽനാദം അറിയാമോ? ഊവേ, കാണാം. കാണണം. രാംലാൽ എങ്ങോട്ടാ? ചേട്ടാ, അപ്പുറത്തെ കടയിൽ നിന്ന് സബ്ജി മേടിക്കാൻ പോവുക. അല്ല ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വടക്കും ഭാഗവും തെക്കും ഭാഗവും തമ്മിൽ എന്താ എപ്പോഴും ജഗട ഉണ്ടാകുന്നത്? എന്തുണ്ടാക്കുവാന്നോ? ചേട്ടാ, ജഗട ജഗട, അടി അടി. നിനക്ക് മലയാളത്തിൽ പറഞ്ഞൂടെ? അവന്റെ ഒരു ചകട. ചേട്ടാ, ഹിന്ദി ഹമാരാ രാഷ്ട്രഭാഷ ഹേ ഹൈം. പിന്നെ അതങ്ങ് ബംഗാളില്. നീ എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വന്ന അവന്റെ ഒരു സേട്ട. ഹരിയേട്ടാ, എന്താ ഇവിടെ ഒരു പ്രശ്നം? ഒന്നുമില്ല മധു, ഇവൻ എന്നെ ഇച്ചിരി ഹിന്ദി പഠിപ്പിക്കുകയായിരുന്നു. ഇവൻ എന്നോട് ചോദിക്കുക, ഈ വടക്കും ഭാഗവും തെക്കും ഭാഗവും തമ്മിൽ എന്തിനാ എപ്പോഴും അടിയുണ്ടാക്കുന്നതെന്ന്. ആ, അത് നേരാ. എനിക്കും അറിയത്തില്ല. ഹരിയേട്ടൻ അറിയോ? ഓ അതോ, അത് പണ്ട് നടന്നൊരു സംഭവമാണ്. എന്റെ അച്ഛന്റെ ചെറുപ്പകാലത്ത്. അന്ന് തെക്കും ഭാഗത്തെ ഒരു ചെറുക്കനും വടക്കും ഭാഗത്തെ ഒരു പെണ്ണും തമ്മിൽ ഇഷ്ടത്തിലായി. രണ്ട് വീട്ടുകാരും അമ്പിനും വില്ലിനും അടുക്കത്തില്ല. എന്തു ചെയ്യാം? അവരൊളിച്ചോടി. കഷ്ടകാലത്തിന് അവരൊളിച്ചോടിയത് നാട്ടുകാര് കണ്ടു. അയ്യോ പാവം. എന്നിട്ട് അവരെ പിടിച്ചോ? ഇല്ലെന്നേ, നാട്ടുകാരെ പേടിച്ച് ഇവരോടിയത് പാറമടയിലോട്ട്. മഴവെള്ളം നിറഞ്ഞ് 2-3 ആൾ പൊക്കത്തിൽ വെള്ളമുള്ള സമയവും. അവർക്കാണെങ്കിൽ നീന്തലും അറിയില്ല. ഒരേ പൂരം. പോരെങ്കിൽ അടിത്തട്ടിൽ പാറയുമല്ലേ, പിന്നെ മിച്ചം വല്ലതും കിട്ടുമോ? നാട്ടുകാരെ പേടിച്ചോടിയതാണ്. പക്ഷെ 2 പേരും ആ പാറക്കുളത്തിൽ വീണ് മരിച്ചു. ശോ, ഒന്നിച്ച് ജീവിതം തുടങ്ങും മുമ്പ് തന്നെ അത് അവസാനിച്ചു അല്ലേ? കഷ്ടമായി പോയി അല്ലേ ചേട്ടാ? നല്ലൊരു ചെറുപ്പക്കാരനും തങ്കം പോലത്തെ ഒരു പെങ്കൊച്ചുമായിരുന്നെന്നാ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അയ്യോ കഷ്ടം. ഈ ഭൂമിയിൽ ജീവിച്ച് കൊതി തീരാത്തവരായിരുന്നു അല്ലേ? അതിൽ പിന്നെയാണ് ഈ 2 ഭാഗക്കാരും തമ്മിൽ ശത്രുതയിലായത്. പിന്നെ ഇവര് നേർക്ക് നേർ കണ്ടാൽ പൊരിഞ്ഞ അടിയാണ്. ഓ സംജ. അപ്പോ അതാണ് കാര്യം. ദേ, ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഹരിയേട്ടാ, 2 കരക്കാരെയും രമ്യതയിലാക്കാൻ എന്താ ഒരു വഴി? എന്നും ഇങ്ങനെ അടിയായി എന്താ ചെയ്യുക? അത് മാത്രോ, എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ഒരു വഴിയുണ്ട്, പക്ഷേ അത് നടക്കുമോന്നറിയില്ല. എന്താണെങ്കിലും പറ, നമുക്ക് നോക്കാന്നേ. എന്തായാലും ഇതിനൊരു അവസാനം വേണ്ടേ? ആൽത്തറയിൽ ഒരു ദിവ്യ യോഗി വന്നിട്ടുണ്ട്. വളരെ കീർത്തി കേട്ട ആളാണ്. ഓ നേരാ, ഞാനും കേട്ടിരുന്നു. പറഞ്ഞ അച്ചട്ടാന്നാ പറയണ്. നമ്മൾ പറയാതെ തന്നെ ഉൾക്കണ്ണിൽ കണ്ട് പ്രശ്നവും പരിഹാരവും പറയുമത്രേ. ഹരിയേട്ടാ, അങ്ങനെയാണെങ്കിലേ എങ്ങനെയെങ്കിലും ആ സുഗുണനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇവിടെ കൊണ്ടുവരണം. ഹരിയേട്ടൻ പറഞ്ഞാൽ കേൾക്കും. ഞാൻ തങ്കമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എന്റെ അയൽവക്കല്ലേ. ഞാൻ നോക്കാം, നീയും ശ്രമിക്കേ. പെട്ടെന്ന് വേണം. ഉത്സവത്തിനിടയ്ക്ക് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായേ അല്ലേ? 2 കരക്കാരും നല്ല അടിയാണല്ലേ? അതിന്റെ കാരണം അറിയാനല്ലേ നിങ്ങൾ വന്നത്? വേണം വേണം, തീർച്ചയായും വേണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു മനുഷ്യ ശക്തിയല്ല ഇതിന് പിന്നിൽ. അത് അവളാണ്. ഏതവൾ? മായാ നന്ദിനി. എങ്ങനെ? മായാനന്ദിനിയോ? അതാരാ? പണ്ട് ജീവിതം തുടങ്ങും മുമ്പ് പാറക്കുളത്തിൽ വീണ് മരിച്ചവരെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്, ഓർക്കുന്നുണ്ട്. പക്ഷെ അവര് മരിച്ചു പോയില്ലേ? അതിലെ സ്ത്രീ യക്ഷിരൂപം പൂണ്ട് അവളാണ് മായാനന്ദിനി. എന്തോന്ന്? യക്ഷിയോ? അയ്യോ, ഇനി എന്നാ ചെയ്യും? എന്റെ ദൈവമേ, ഈ മായാനന്ദിനെ തളയ്ക്കാൻ ഒരു വഴിയുമില്ലേ? യക്ഷിയായി പോയി അല്ലേ? കാണിച്ചു കൊടുക്കായിരുന്നു. അവളുടെ മരണത്തിന് കാരണക്കാരായ നാട്ടുകാരെ തമ്മിലടിപ്പിച്ച് അവൾ സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ ഓരോ വഴക്കിലും അവൾ കൂടുതൽ ഭീകര രൂപിണിയായിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ വഴക്കാണ് അവളുടെ ശക്തി. അവളുടെ ശക്തി നശിപ്പിക്കാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അതേതു വഴി? അന്ന് മായാനന്ദിനെ ആഗ്രഹിച്ച് നടക്കാതെ പോയ ആ വിവാഹമില്ലേ, അത് ഇന്ന് ഈ പുതുതലമുറയിൽ നടക്കണം. അതോടെ അവളുടെ ശക്തി ക്ഷയിക്കും. ശുഭസ്യ ശ്രീക്രം എന്നാണല്ലോ, എത്രയും പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ മായാനന്ദിനെ തളയ്ക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കല്യാണത്തിനുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കേ. ഇനി നിങ്ങൾക്ക് പോകാം. എനിക്ക് പ്രഭാഷണത്തിന് പോകാൻ സമയമായി. ഞാനെല്ലാം കേട്ടു. ഇനിയെങ്കിലും ഈ തല്ലും പിടിയൊന്ന് നിർത്തിക്കൂടെ? അതെങ്ങനെയാ ഹരിയേട്ടോ ശരിയാവുന്നേ? ഈ തവളയും കൂട്ടറുമല്ലേ നമ്മുടെ ഡാൻസിനിടയ്ക്ക് പാട്ട് മാറ്റി പരിപാടി കുളമാക്കാൻ നോക്കിയത്. ദേ പോത്തെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ ടിൻഡിമോനെ എല്ലാത്തിനും കാരണം. ഞാൻ ഇന്ന് അവനെ ചവിട്ടിക്കൂട്ടും. അവന്റെ ഒരു വള്ളി നിക്കറ്. നിനക്ക് പിന്നെ തുടങ്ങി നിന്നെ കാണിച്ചു. മാറടാ, അങ്ങോട്ട് മാറടാ, മാറടാ, മാറ്. എടാ വിവരദോഷികളെ, ഈ യോഗി ഇത്രയും നേരം എന്താടാ പറഞ്ഞത്? അതെങ്ങനാ? ഈ പോത്തിനും തവളയ്ക്കും വല്ല വിവരമുണ്ടോ? ഇനി പഴയ പോലെ ദുർമരണങ്ങൾ നടന്നാലേ നിനക്കൊക്കെ തൃപ്തിയാകത്തുള്ളൂ. എന്താ ഹരിയേട്ടാ ഇത്? ദേഷ്യമൊക്കെ ഒന്ന് കളഞ്ഞ ആ യോഗി എന്താ പറഞ്ഞെന്ന് ഒന്നുകൂടെ തെളിച്ചു പറ. ഇപ്പൊ നിങ്ങളെ തമ്മി തല്ലിപ്പിച്ചതും ആ മായാനന്ദിനിയാണ്. നിങ്ങളുടെ പരിപാടികൾ കുളവാക്കിയതും അവള് തന്നെയാണ്. അതിന് പരിഹാരമായിട്ട് രണ്ട് കരക്കാരും തമ്മിൽ ഇവിടെ ഒരു കല്യാണം നടക്കണം. അതെന്നെ വർത്തമാനം ഹരിയേട്ടാ ഈ പറയുന്നത്? കല്യാണോ? അതൊന്നും പെട്ടെന്ന് നടക്കത്തില്ല. അതൊന്നും നടക്കത്തില്ല. അതെന്താ പെട്ടെന്നൊരു കല്യാണം നടന്നാൽ? നിർത്ത. അപ്പോ ഇവിടെ ഒരു കല്യാണം നടക്കണം അല്ലേ കോമള? എന്തോ നീങ്ങി വന്നേ. എന്താ സുഗുണേട്ടാ, മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. ഇനി അതേ ഉള്ളൂ വഴിയെങ്കിൽ. പോരട്ടെ പോരട്ടെ സുഗുണേട്ടാ. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇനി എന്റെ സമ്മതമൊന്നും ഞാൻ നോക്കുന്നില്ല. തങ്കമ്മയെ ഞാനങ്ങ് കെട്ടിക്കോളാം. അതെങ്ങനെ? അതങ്ങനെ അല്ലേ കോമള? സുഗുണേട്ടൻ എന്നെ വെറുതെ കൊതിപ്പിച്ച്. തങ്കമ്മ ഒന്നും പറഞ്ഞില്ല. എല്ലാം സോനേട്ടന്റെ ഇഷ്ടം. അമ്മയോടൊന്ന് ചോദിക്കണ്ടേ? ചോദിക്കാം. അച്ഛനോടൊന്ന് പറയണ്ടേ? പറയാം. ആ, അച്ഛനോടും അമ്മയോടും ഒക്കെ നമുക്ക് പിന്നെ പറയാം. രണ്ടുപേരും ആ കൈ ഇങ്ങോട്ട് തന്നെ. ഇവിടെ വെച്ച് നമ്മൾ ഇങ്ങോട്ട് ഉറപ്പിക്കുന്നു, അത്ര തന്നെ. എടാ കോമള, എടാ ടിൻഡു, ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പൊ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയല്ലേ? നമ്മൾ എപ്പോ തുടങ്ങിയെന്ന് ചോദിച്ചാ പോരെ? പിന്നില്ലേ, നമ്മൾ ഈ കല്യാണം പൊടി പൊടിക്കും.